സമയം എത്രയായി? എൻ്റെ ദൈവമേ, ഉറക്കം തൂങ്ങുന്നോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഇങ്ങനെ ഫുൾ പവറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? വേഗം ചെല്ല്, മുഖത്തിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചേ, എഴുന്നേറ്റേ. സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. ഞാനോ നീയോ വലുത് എന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ തോന്നിയാൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു റിലേഷൻഷിപ്പിൽ വന്നാലോ? ഇതാണ് റീനു ചോദിക്കുന്നത്. അങ്ങനെ വന്നാൽ പ്രശ്നമാന്നേ. കാരണം അവിടെ ഈഗോ വന്നു. ഈഗോ വന്നാൽ പിന്നെ എങ്ങനെയാ? സത്യം പറയാലോ, ഒരു റിലേഷൻഷിപ്പിൽ ഇതിലും വലിയൊരു പ്രശ്നമില്ല. എപ്പോഴാണ് പ്രോബ്ലം വരുന്നതെന്നറിയോ? ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ വലിയ ആളാന്നൊരു വിചാരം വരും. എന്നിട്ട് അസ്ഥാനത്തും ആ സമയത്തുമൊക്കെ ഇത് വായിന്ന് പുറത്തിയാടും. നമ്മുടെയും നമ്മുടെ പാർട്ട്ണറുടെയും മാത്രം ഇടയിൽ ചാടിയാൽ കുഴപ്പമില്ല. പക്ഷെ എവിടെ വെച്ചാൽ പുറത്ത് വരാമെന്നറിയോ? പബ്ലിക് പ്ലേസസിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഈ പാർട്ട്ണർ നമ്മളോട് ക്ഷമിക്കുമോ? ഈഗോ എന്ന് പറയുന്ന വില്ലൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധം തന്നെ തകരുമെന്ന് മനസ്സിലായില്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. കാര്യങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയാ. വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴാ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ ചോദ്യത്തിന് ഒരു മുനയുണ്ടോ? ഇല്ലെന്നേ. ഒരു സിമ്പിൾ ചോദ്യമാണ്, ഉത്തരം അതിൽ എളുപ്പമാ. പറയുന്നയാളോട് നമുക്ക് റെസ്പെക്റ്റ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ. നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞെത്തിച്ചില്ലേ, ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വലുതാന്ന് തോന്നുന്ന ഒരവസ്ഥ. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ അത്ര പോരാ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മറ്റേ ആൾ പറയുന്ന ആക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ മിടുക്കനായിരിക്കും, നമ്മൾ പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മളെ മിടുക്കെന്ന് വിചാരിക്കാൻ പറ്റുമോ? ജോലി സ്ഥലത്തും കോളേജിലൊക്കെ നമുക്ക് വിചാരിക്കാം എൻ്റെ കഴിവുകൾ കൂടുതലാന്ന്. പക്ഷേ പ്രണയത്തിൽ അങ്ങനെയുണ്ടോ? ആരാ കൂടുതലും മിടുക്കനായിട്ട് പ്രണയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഫീലിങ്സ് എപ്പോഴും ഉള്ളിൽ നിന്നല്ലേ വരുന്നേ. അതിലൊരാൾ കേമനോ അല്ലെങ്കിൽ ഒരാൾ കുറവുള്ളവനോ ആണെന്ന് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? സോ ഈഗോ ഒക്കെ ആവാം, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കുറച്ച്. പക്ഷെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ അത് പുറത്ത് വരരുത്. എന്നാലേ നമുക്ക് തന്നെയാണ് നഷ്ടം. പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇനി വരുന്ന ഈ ബ്യൂട്ടിഫുൾ സോങ്ങില്ലേ, അത് മനോഹരമായി പ്രണയിക്കുന്ന എല്ലാവർക്കുമായിട്ട് റീനു ഡെഡിക്കേറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഒരാളെ കുറച്ചു കാലം പ്രണയിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ധാരണയുണ്ടാവും. അപ്പോൾ കല്യാണം കഴിച്ചു, 3 കുട്ടികളായി, വർഷങ്ങളോളം ഒരുമിച്ച് താമസിക്കുകയാണെങ്കിലോ? അങ്ങനെ ഒരാളോടാണ് റീനു ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ചന്ദ്ര, സ്ത്രീകൾക്ക് IQ കൂടുതലുണ്ട് എന്നൊരു സർവേ പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? എന്ന് പറയാൻ പറ്റില്ല. അതെന്ന് രണ്ടുപേർക്ക് ഈക്വൽ ആണെന്ന് പറയാം. എന്തുകൊണ്ടാ? അല്ല, എന്താ അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ട, അതൊരു IQ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ അതൊന്നും ഒരു ബാരിയർ അല്ലല്ലോ അതിന്. പക്ഷെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, അതാണല്ലോ പ്രണയം. പക്ഷെ ചിലപ്പോഴൊക്കെ ആളുകൾ ബിഹേവ് ചെയ്യാറില്ലേ, എന്റെ അത്രയും അവള് മിടുക്കിയല്ല, അല്ലെങ്കിൽ ഇല്ല മാം, അതൊക്കെ വളരെ റെയറാണ്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പണ്ട് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം സ്ത്രീകളെ വിടാണ്ടിരുന്നത് ആൾക്കാർ ജോലിക്കൊക്കെ. ഇന്നത്തെ അല്ലല്ലോ കാഴ്ചപ്പാട്. ഇന്നെന്ന് പറഞ്ഞാല് ആണുങ്ങളെക്കാൾ കൂടുതൽ ലേഡീസ് ജോലിക്ക് പോകുന്നുണ്ട്. അവർ വളരെ ആക്റ്റീവാണ്. ഈവൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവരാണ് പ്രോപ്പറായി മാനേജ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഓവറോൾ എല്ലാം നോക്കുമ്പോൾ IQ എന്നല്ല ഞാൻ പറയുന്നത്, രണ്ടുപേരും ബോത്ത് ആർ ഈക്വൽ ഐ ഫീൽ. ഓക്കെ, അപ്പൊ വീട്ടിലെ വൈഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ അത് ഒരു വിഷമമില്ലാണ്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഞാനതൊന്ന് അനലൈസ് ചെയ്യും, എന്തിനാ പറഞ്ഞത്, എന്താണ് കാര്യം, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കും, അത് വേണോന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയുന്നൊരു കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ പറയണ ശരി. പക്ഷെ നമ്മുടെ വൈഫ് ഇപ്പൊ പറയുന്നു ഇല്ല, നിങ്ങൾ പറയണല്ല, ഞാൻ പറയുന്ന ശരി. അപ്പൊ എന്ത് ചെയ്യും? അതൊരു ബെസ്റ്റ് ജഡ്ജ്മെന്റ് ക്ലോസ് ചെയ്യും. രണ്ടുപേരും കൂടി ഇരുന്ന് മ്യൂച്വലായി ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കാണും. ഓക്കെ, അവിടെ ഈഗോ ഒന്നും വരത്തില്ല.
ഇല്ല നെവർ. ഇതറിഞ്ഞാ മതിയായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് നൈറ്റ്. ഇതുപോലെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലൂടെ ഒരഭിപ്രായം പറയണമെന്ന് വളരെ സിമ്പിളാണ്. ഫേസ്ബുക്കിൽ ചെല്ലുക, ക്ലബ് FM കോൺടാക്ട് പേജിൽ നിങ്ങളുടെ പേരും നമ്പറും എനിക്ക് തരിക, അല്ലെങ്കിൽ 56070 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. You bring me happiness. Most people cannot see the butterflies, the smiles. Have you accepted me for me? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനും വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ എത്ര പേര് ഇതുപോലെ ചെയ്യാറുണ്ട്? അവൻ അല്ലെങ്കിൽ അവളായിരിക്കുന്ന ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ചിന്തിച്ചോ, ഇഷ്ടംപോലെ ചിന്തിച്ചോ, സമയമുണ്ട്. കണ്ടുപിടിച്ചോ? എവിടെ? നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റ് കാണും. ഇതുപോലെ ആയിരിക്കണം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ, ഇതുപോലെ ബിഹേവ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അയാളെ ചേഞ്ച് ചെയ്യാൻ നോക്കും, നമുക്കിഷ്ടമുള്ളതെല്ലാം ആക്കാൻ നോക്കും. ഇൻ ദി എൻഡ് അയാൾ നന്നായിട്ട് ചേഞ്ച് ചെയ്യും. ചിലർക്കത് നന്നായിട്ട് വരും കേട്ടോ, ആ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. ചിലർക്ക് എന്നേക്കുമായിട്ട് ആ പ്രണയവും നഷ്ടപ്പെടും. ലവ് അൺകണ്ടീഷണൽ അല്ലേ? അയാളായിരിക്കുന്ന രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ഈ ഒരു ചിന്ത തന്നുകൊണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്നു ഞാൻ റീനു പോവാ. ഓൾ ദീസിൻ്റെ ടൈമാണ്. കേട്ടുകൊണ്ടിരിക്കുക. പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്നും പറയും, ലവ് ആൻഡ് ലെറ്റ് ലവ്. ഇത് പറഞ്ഞുകൊണ്ട് റീനു is signing off. Good night. Take care.